നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അയർലൻഡിലേക്ക് ഒരു നേഴ്സായി വരാൻ വേണ്ടി NMBI രജിസ്ട്രേഷനൊക്കെ എടുത്ത് കാത്തിരിക്കുന്ന നേഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. നിങ്ങൾക്ക് ഉപകാരമുള്ള ധാരാളം വീഡിയോകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതും ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അയർലൻഡിലെ ഹെൽത്ത് കെയർ മേഖലയിൽ, അത് പ്രൈവറ്റിലായാലും പബ്ലിക്കിലായാലും കാര്യമായ ഇൻ്റർവ്യൂസ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കടുത്ത തൊഴിലാളി ക്ഷാമവും ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതിൽ ഞാൻ കാണുന്ന മറ്റൊരു പ്രശ്നം, നാട്ടിൽ നിന്നും അയർലൻഡിലേക്ക് നേഴ്സായി വരാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് NMBIയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ധാരാളം നേഴ്സുമാർ നാട്ടിലുണ്ട്. ഇതിൽ വലിയൊരു അപകടമുണ്ട്. കാരണം ഇതിൽ പലരുടെയും രജിസ്ട്രേഷൻ്റെ ടൈം കഴിയാറായിരിക്കുന്നു. ഈ അവസരത്തിൽ എത്രയും പെട്ടെന്ന് അവർക്ക് അയർലൻഡിലെത്തി അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അഡാപ്റ്റേഷനൊക്കെ കഴിഞ്ഞ് പിൻ നമ്പറിന് വേണ്ടി അപ്ലൈ ചെയ്ത് ആ പിൻ നമ്പർ കിട്ടിയെങ്കിൽ മാത്രമേ, അതായത് എല്ലാം കൂടി ഒരു വർഷത്തിനകത്ത് നടന്നെങ്കിൽ മാത്രമേ അവർക്ക് അയർലൻഡിൽ നേഴ്സായി ജോലി ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രോസസ്സൊക്കെ വീണ്ടും രജിസ്ട്രേഷന് വേണ്ടി ചെയ്യേണ്ടി വരും. ആദ്യം അടച്ച പൈസയും നഷ്ടമാകും. വീണ്ടും രണ്ടാമത് ഇതുപോലെ തന്നെ പൈസ ചിലവും വരും. ഇങ്ങനെയുള്ളവർക്ക് ഇനി ഒരു ഇൻ്റർവ്യൂ എടുത്ത് ഓഫർ ലെറ്ററൊക്കെ കിട്ടി വിസ അടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപക്ഷെ അവരുടെ രജിസ്ട്രേഷൻ ടൈം കഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരപകടം, OET അല്ലെങ്കിൽ IELTS ഒക്കെ എക്സ്പയർ ആകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു കച്ചിത്തുരുമ്പാണ് ഈ വീഡിയോ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അയർലൻഡിലെ ഏകദേശം 578ഓളം ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളുടെ ഒരു ലിസ്റ്റാണ്. വീഡിയോയുടെ തുടക്കം മുതൽ കാണുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഭാഗം വളരെ സൂക്ഷിച്ച് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഓരോ നഴ്സിംഗ് ഹോമുകളുടെയും അഥവാ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളുടെയും പേരും അഡ്രസ്സും സ്ഥലവുമൊക്കെ അതിൽ വിശദമായി കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ കാണുന്ന ഈ സ്ഥാപനങ്ങളുടെ പേര് വെച്ച് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും. അതിൽ കയറി നിങ്ങൾക്ക് അവരുടെ കരിയർ പേജിലേക്ക് നിങ്ങളുടെ CV മറ്റ് ഡോക്യുമെൻറ്റുകളെല്ലാം അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൽ പല സ്ഥലങ്ങളിലും നേഴ്സസിൻ്റെ ആവശ്യം ഉള്ളതാണ്. നിങ്ങളുടെ CVയും മറ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ കണ്ട് അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, അവർക്ക് നേഴ്സസിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ അവർ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യും, ഇൻ്റർവ്യൂ എടുക്കും, ജോബ് ഓഫർ ലെറ്റർ തരും. അങ്ങനെ വന്ന പലരും ഇവിടെയുണ്ട്. അങ്ങനെ ജോബ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾക്ക് ATWSന് അപ്ലൈ ചെയ്യാനും അതിലൂടെ വിസ ആപ്ലിക്കേഷനും മറ്റും കൊടുത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയർലൻഡിലേക്ക് എത്താൻ കഴിയുന്നതുമാണ്. ഏകദേശം 578ഓളം നഴ്സിംഗ് ഹോമുകളാണ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഓരോ കൗണ്ടി തിരിച്ച്, അതായത് പലർക്കും ഡബ്ലിൻ ഏരിയയിലോട്ടൊക്കെ പോകാൻ താല്പര്യം ഉണ്ടാവില്ല, കാരണം വളരെ എക്സ്പെൻസാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വളരെ ഉള്ളിലോട്ടുള്ള പല സ്ഥാപനങ്ങളും നോക്കാവുന്നതാണ്. ഇങ്ങനെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നഴ്സിംഗ് ഹോമിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.